ഹായ് ഡിയേഴ്സ്. അപ്പോളേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഫേസ് പാക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു അടിപൊളി പച്ചക്കർപ്പൂരമാണ്. അപ്പോൾ ഇത് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല, അല്ലാതെ പ്രത്യേകം പറഞ്ഞ് നമ്മൾ അങ്ങാടി കടയിൽ നിന്നും പൂജാ സ്റ്റോഴ്സിൽ നിന്നൊക്കെ മേടിക്കുന്ന കർപ്പൂരമാണ് ഈ പച്ചക്കർപ്പൂരം. അപ്പോൾ ഈ പച്ചക്കർപ്പൂരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേസ് പാക്ക്. പച്ചക്കർപ്പൂരം ഒരു അടിപൊളി ആൻറ്റി ഫംഗലാണ്. നമ്മൾക്ക് എന്താ പറയുന്നത്, അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഈ പച്ചക്കർപ്പൂരം ഫേസ് പാക്ക്. നമുക്ക് എന്താ പറയുന്ന, മുഖത്തിലുണ്ടാകുന്ന നമ്മുടെ സുഷിരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുന്ന കുരുക്കൾ വന്നിട്ടുള്ള കറുത്ത പാടുകളാണെങ്കിലും മുഖം വെളുപ്പ് നിറം നൽകാനാണെങ്കിലും എല്ലാത്തിനും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കൂടുതൽ തിളക്കവും മൃദുത്വവും നൽകാനും എല്ലാം നമ്മുടെ പച്ചക്കർപ്പൂരത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കോശങ്ങളെ, അതായത് പഴയ കോശങ്ങളെ മാറ്റി നമ്മുടെ മുഖത്ത് പുതിയ കോശങ്ങൾ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചക്കർപ്പൂരം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. ആ ബൗളിൽ നമുക്ക് കുറച്ച് നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ എടുക്കുക. അതിനുശേഷം നേരത്തെ ഞാൻ കാണിച്ചില്ലേ കല്ല് പോലത്തെ കർപ്പൂരം, അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. അപ്പോഴത്തേനും പൊടി മിക്സിയൊന്നും വേണ്ട, നമ്മുടെ ചെറിയൊരു ഇടികല്ലാണെങ്കിലും ഒക്കെ മതി. അപ്പം അത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം എന്താ പറയുന്നത്, അതിൻ്റെ തരിയെല്ലാം ഏകദേശം അങ്ങനെ അരിയത്തൊന്നുമില്ല, എന്നാലും നമ്മൾക്കത് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രബിൻ്റെ ഒരു ഫീലും കൂടെ കിട്ടും. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് അത് അലിഞ്ഞ് അബ്സോർവ് ആയിക്കോളും. അതിനുശേഷം നന്നായിട്ട് അത് കുറച്ചിങ്ങനെ നമ്മുടെ വിരലിൽ മുക്കിയിട്ട് നമ്മളുടെ എവിടെയാണോ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ. ഇപ്പോൾ കയ്യിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു സ്ക്രബ് ഫീലും കൂടെ കിട്ടും. കാരണം അത് എണ്ണയിൽ അങ്ങനെ അലിയുന്നില്ല, നമ്മുടെ ദേഹത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് പറ്റുമ്പോഴാണ് അത് നന്നായിട്ട് അലിയുന്നത്. അപ്പോൾ നമുക്കൊരു നന്നായിട്ടൊരു സ്ക്രബ്, നല്ല കൂളിംഗ് ആണ് കേട്ടോ. നല്ല കൂളിംഗ് എന്ന് വെച്ചാൽ ഈ മിൻറ്റിൻ്റെ ഒക്കെ കണ്ടൻറ്റുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ. അപ്പം നമ്മളിത് അല്ലെങ്കിൽ നമ്മളിത് പുരട്ടി കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അവിടെ നല്ല കൂളിംഗ് ആയിരിക്കും. അതുപോലെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല അപാര തണുപ്പായിരിക്കും. അതായത് നമ്മൾ ഈ വിക്സ് മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഇല്ലേ, ആ തണുപ്പാണ്. നല്ലതാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്തായാലും. നമ്മളിങ്ങനെ ഒരു ഫേസ് പാക്ക് എന്താ പറയുന്നത്, എല്ലാവർക്കും ഒന്നും അങ്ങനെ അറിയത്തില്ല ഇതൊക്കെ വെച്ച് ഫേസ് പാക്ക് ചെയ്യാമെന്നുള്ളത്. പക്ഷെ അടിപൊളിയാണ്, എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ച ശേഷം നമ്മൾക്കിത് നന്നായിട്ട് വൈപ്പ് ചെയ്യാം. അപ്പം ഇത് വൈപ്പ് ചെയ്തിട്ട് എണ്ണയുടെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാനിപ്പോൾ ഒറ്റ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ കയ്യിൽ യൂസ് ചെയ്യാറില്ല. ഞാൻ എന്താ പറയുന്നത്, കയ്യിൽ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോഴുള്ള ഒരു ഇതാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നല്ല മാറ്റമുണ്ട്. 1 യൂസിൽ തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് ഉണ്ടെന്ന് തന്നെ പറയാം. കണ്ടോ, നല്ലൊരു മാറ്റമുണ്ട്, നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുണ്ട് സ്കിന്നിന്. അതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മാറ്റം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ഇത് എന്താ പറയുന്നത്, നല്ലൊരു ആയുർവേദ മെഡിസിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗ്യാരണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.